ഹലോ, അപ്പോൾ ഡേ 2 തായ്ലൻഡ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പട്ടായയിലായിരുന്നു. അപ്പോൾ ഇന്നലെ വിസിറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ നേരെ കോറൽ ഐലൻഡിലേക്ക് പോവുകയാണ്. നമ്മുടെ ബാക്കിയുള്ള വാട്ടർ ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ ഓരോ കളേഴ്സിലുള്ള ചരടെല്ലാം ഇങ്ങനെ കെട്ടിത്തരും. അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ നമ്പേഴ്സും എല്ലാം എഴുതി തരും. ഇനിയിപ്പോൾ വെള്ളത്തിൽ പോയാലും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ചരട് വേഗം വിസിബിൾ ആവും കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കണ്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ മലയാളീസ്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. ഇതിന് താഴെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അടുത്ത വാട്ടർ ആക്ടിവിറ്റീസിന് അവിടെ കോറൽ ഐലൻഡിലേക്ക് നമ്മളിവർ കൊണ്ടുപോകാൻ പോകുന്ന ഒരു സ്പീഡ് ബോട്ടിലാണെന്നാണ് അറിവ്. അപ്പോൾ അങ്ങോട്ട് പോവാം. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാതെ വന്നുകൊണ്ട് നമുക്ക് കിട്ടിയൊരു പണിയെന്ന് വെച്ചാൽ വാട്ടർ ആക്ടിവിറ്റീസിന് അതിലിറങ്ങേണ്ട ഡ്രസ്സുകളും ബൂട്ട്സും ഒക്കെ കരുതുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് വേറെ വാങ്ങി മാറിയിടേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മുടെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻവാസ്, ഷൂസ് അതൊന്നും ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല. അവർക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നിന്നാൽ ലോകത്തൊന്നും ഇല്ലാത്ത ബാത്തായിരിക്കും ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോറൽ ഐലൻഡിൽ വന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്തു. നമുക്ക് അവിടെ നിന്ന് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് വേണ്ടതെന്നൊക്കെ കാണിച്ചു തരും. എന്നിട്ട് ഓരോ ടീമായിട്ട് നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് പോകും. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പാക്കേജിലെ ഒരു ആക്ടിവിറ്റി. ഇത് സീ വാട്ടർ വാക്കിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ സമുദ്രത്തിൻ്റെ അടിയിൽ പോയി നമുക്ക് കടലിലെ കാഴ്ചകളൊക്കെ, പവിഴപ്പുറ്റുകളും മീനുകളെയൊക്കെ കണ്ട് നടക്കാം. അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് കടലിനടിയിലും മേലെയും ഒക്കെ ഉണ്ടാവും. സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞിതാ ഞങ്ങൾ ഡ്രസ്സുകൾ കരുതാതിരുന്നതുകൊണ്ട് ഫുള്ള് നനഞ്ഞ അലങ്കോലമായിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റിക്കായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിനടിയിൽ പോയ ഫോട്ടോസാണ് ഈ കാണുന്നത്. പേടിച്ച് വരണ്ട നിൽക്കുന്നത്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചാൽ കഴിവതും കുട്ടികളെ ഇതിലൊന്നും ഇറക്കാൻ പറ്റില്ല. അവരെ നോക്കാൻ ഒരാളെ കൂടെ കൊണ്ടുപോയി നന്നായിരിക്കും. കപ്പിൾസിന് അടിപൊളി ട്രിപ്പായിരിക്കും. പാരാസൈലിംഗ്, ജെറ്റ് സ്കൈ, ബനാന ബോട്ടിംഗ്, പിന്നെ വാട്ടർ സ്പോർട്സ്, ബൈക്കുകൾ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഇതിപ്പോൾ ജെറ്റ് സ്കൈ അല്ലെങ്കിൽ വാട്ടർ സ്പോർട്സ് ബൈക്കിലേക്ക് ഞാനില്ല, അനുവേട്ടം പോകുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. ഒരു പോക്ക് പോയതേ ഓർമ്മയുള്ളൂ, തിരിച്ചു വന്നത് എപ്പോഴാണെന്ന് ഓർമ്മയില്ല. എന്തായാലും സംഭവം കിടുവായിരുന്നു. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി കട്ടെ അതില്ല. ബാക്കി രണ്ടും കണ്ടു. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവനിങ് ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പോകുന്നത് പട്ടായ ടു ബാങ്കോക്ക് അൽക്കസർ ഷോ കാണാനായിട്ടാണ്. വേൾഡ് ഫേമസ് അൽക്കസർ ഷോ. ഞങ്ങളുടെ വാൻ ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളി വാനായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റൂല. അവിടെ നിന്ന് ഏകദേശം ഒരു 2 hours ഉണ്ടായിരുന്നു യാത്ര. അൽക്കസർ ഷോ ഈസ് വേൾഡ് ഫേമസ് ഷോ ഫോർ മെജോറിറ്റിയും കൂടുതലും അതിൽ നൃത്തങ്ങളും ബാക്കിയെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ് എന്നാണ് കേട്ടുകേൾവി. ഏകദേശം ഒരു 2 hours ഉണ്ട് ആ ഒരു ഷോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ഓരോ രാജ്യത്തിലെ ഹിസ്റ്ററീസ് അവർ പ്രസൻറ്റ് ചെയ്യും. പല ഡാൻസ് ഫോർമേഷൻ, ബോറടിക്കുകയില്ല. അതുപോലത്തെ കൗതുകങ്ങളാണ് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നത്. കംപ്ലീറ്റ്ലി മൊബൈൽ ഫോൺസും ക്യാമറയും പ്രോഹിബിറ്റഡ് ആണ്. അതിൽ കയറിയപ്പോഴാട്ടോ ഞങ്ങളത് ശ്രദ്ധിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോണെല്ലാം എടുത്ത് താഴ്ത്തി വെച്ചു.
ഈ ഒരു അൽക്കസാർ ക്യാബറെ ഷോയിൽ ഇൻവോൾവ് ആയിരുന്നവരെല്ലാവരും ലാസ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അവരെ നമുക്ക് പരിചയപ്പെടാം, ക്യാഷ് കൊടുക്കാം, ഫോട്ടോസ് എടുക്കാം. നല്ല കിടിലൻ ക്യാബറെ ഷോ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, അട്രാക്റ്റീവ് ആയിരുന്നു, കളർഫുൾ ആയിരുന്നു. ഒരേപോലെ കൊമിക്കും സാഡ്നെസ്സും ഹാപ്പിനെസ്സും എല്ലാം ഹിസ്റ്ററീസും ഒക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഷോ. ഇത് കഴിഞ്ഞാൽ നേരെ തന്നെ ഫുഡ് സ്ട്രീറ്റാണ്. അൽക്കസാറിന് തൊട്ടടുത്ത് തന്നെ ഗംഭീരമായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അവിടെയുള്ള വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ നമുക്ക് അവിടെ കാണാം. മെയിനായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതാണ് കാര്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസും ഉണ്ട്. അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഫുഡ്സ് ഉണ്ട്, നമുക്കൊന്നും തൊടാൻ പോലും പറ്റാത്ത, തൊടാൻ ആഗ്രഹിക്കാത്ത വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ ക്ലോത്തിങ്സും എല്ലാം ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. ഡ്രസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ ജ്വല്ലറി സെക്ഷൻ, അത് കഴിഞ്ഞാൽ റൈഡുകളുടെ സെക്ഷൻ. പക്ഷേ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ എല്ലാം. വെൻ വി ആർ കമ്പയറിങ് ടു ഇന്ത്യൻ റുപ്പീസ്, ബാത്തിൻ്റെ വാല്യൂ ഭയങ്കരമാണ്. പിന്നീട് ഞങ്ങൾ അവിടുന്ന് പോയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. ആ ഒരു സ്ട്രീറ്റിനെ കുറിച്ച് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിറച്ച് ലേഡീസ് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് അപ്പുറം ഇപ്പുറം ഫുള്ള് ഇങ്ങനെയുള്ള ലേഡീസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആണുങ്ങളെയൊക്കെ ഇടങ്ങേറാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേരും മോളുമായിട്ട് അതിലൂടെ പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അവർ ഫാമിലിയോട് വളരെ മാന്യമായ രീതിയിൽ ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയാണ് റിസീവ് ചെയ്തു. നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ നല്ല റെസ്പെക്റ്റോടുകൂടി നമ്മൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു Day 2 വീഡിയോ എന്ന് പറയുന്നത്, അന്നത്തെ ഒരു വിശേഷം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ബാക്കി നാളെ കാണാം. നാളെ അല്ല, പിന്നീട് എപ്പോഴെങ്കിലും കാണാം. ബൈ ബൈ.